Very warm good evening all. First of all, I'm congratulating our Honorable MLA Najib Ka for hosting India's first Fusion Business Conclave. ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ ഹോം ടൗൺ, നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്. ബേസിക്കലി പ്രൊഫിൻസ് ഈസ് എ കൊമേഴ്സ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായ CA ചാർട്ടേഡ് അക്കൗണ്ടൻസ്, CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതുപോലെ ACCA CS കമ്പനി സെക്രട്ടറി പോലത്തെ കോഴ്സുകൾ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊഫിൻസ്. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമ്മുടെ പെരിന്തൽമണ്ണയിലൊക്കെ മുമ്പ് +2 എന്ന കുട്ടികൾക്കൊക്കെ ഒരു CMAക്ക് പഠിക്കണം അല്ലെങ്കിൽ ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ പുറത്ത്, അതായത് കൊച്ചി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ സിറ്റുവേഷൻസ് മാറി. നമ്മുടെ നാട്ടിലെ പാരൻസ് എല്ലാം അവയർനെസ് എല്ലാം മാറി. ഇപ്പോൾ സയൻസ്, അതായത് മുമ്പ് നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ കുട്ടികൾ നേരെ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ സയൻസ് സ്ട്രീമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞേക്ക് നേരെ +2ൻ്റെ കൂടെ തന്നെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോൺക്ലേവിൻ്റെ പേര് തന്നെ സ്കെയിലപ്പ് എന്നാണ്. വളർന്നു വരുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പോകുന്നത് കംപ്ലീറ്റ്ലി ബിസിനസ് എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എൻ്റർപ്രണേഴ്സിനെ, ഇപ്പോൾ നമ്മൾ പറയും ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ദർ ആർ 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഏതൊരു കമ്പനി ആയിക്കോട്ടെ ഒരു 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സെക്കൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോ ലെവൽ മാനേജ്മെൻറ്റ്. ഒരു കൊമേഴ്സ്, ഒരു CA അല്ലെങ്കിൽ ഒരു ACCA CMA പോലത്തെ കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ടോപ്പ് ലെവൽ, ഒരു കമ്പനീൻ്റെ ഒരു CFO അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലോട്ട് നമുക്ക് ആവാൻ പറ്റുകയുള്ളൂ. സോ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമുക്കറിയാം, നമ്മുടെ പെരിന്തൽമണ്ണ ഏർലിയർ സ്റ്റേജിലൊക്കെ നമുക്കറിയാം ഒരു മെഡിക്കൽ ഹബ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിറ്റി എന്നായിരുന്നു നമ്മുടെ പെരിന്തൽമണ്ണക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ സിറ്റിൻ്റെ കൂടെ തന്നെ ഒരു എജു ഹബ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ. സോ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ MLA ഫസ്റ്റ് ഒരു പ്രൊജക്റ്റായിട്ട് വന്നതിന് നമ്മുടെ സിവിൽ സർവീസ് IAS അക്കാഡമി ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഫിൻസ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ആയിരുന്നു പ്രൊഫിൻസ് പെരിന്തൽമണ്ണയുടെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ CA CMA ACCA പോലത്തെ കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മളൊരു ഓൺ ക്യാമ്പസ്, സാധാരണഗതിയിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒരു ക്യാമ്പസ് ഫീൽ അവിടെ ഉണ്ടാവാറില്ല. എല്ലാവരും ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോച്ചിങ് സെൻറ്റർ സെറ്റപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പ്രൊഫിൻസ് ഇവിടെ ഒരു പെരിന്തൽമണ്ണയിൽ ഒരു ക്യാമ്പസ് വന്നത്. നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ക്യാമ്പസാണ് നമ്മുടെ പ്രൊഫിൻസിൻ്റെ പെരിന്തൽമണ്ണ ക്യാമ്പസ്. സോ നമുക്ക് ആസ് എ പെരിന്തൽമണ്ണ എനിക്ക് അതിൽ നല്ല പ്രൗഡ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും പ്രൊഫിൻസ് നടത്തി വരുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്, പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫിൻസ് ആക്റ്റീവ് ടാലൻറ്റ് ഹണ്ട്. അതായത് +2 എന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു സ്കോളർഷിപ്പ് എക്സാമിലൂടെ അവർക്ക് CA CMA ACCA CS പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഉദ്ഘാടനത്തിന് തന്നെ ഈ വർഷം പ്രൊഫിൻസ് 3 crore 3 കോടിൻ്റെ സ്കോളർഷിപ്പാണ് ഈ വർഷം പ്രൊഫിൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ +2 എന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫിൻസ് ബേസിക്കലി നമുക്ക് കേരളത്തിൽ എന്നും പ്രൊഫിൻസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന റിസൾട്ട്സിൻ്റെ ബേസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 പ്രൊഫിൻസിന് ഓൾ കേരളയിലുപരി ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പ്രൊഫിൻസിന് CMA അതുപോലെ തന്നെ ACCA കോഴ്സിലൊക്കെ പ്രൊഫിൻസിന് റാങ്കുകൾ പ്രൊഫിൻസിന് അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, നമ്മുടെ പ്രൊഫിൻസ് അല്ലെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ CMA അതുപോലെ തന്നെ ACCA കോഴ്സുകൾ 2 കോഴ്സിലും, ഇപ്പോൾ CMA കോഴ്സ് ആയിക്കോട്ടെ ACCA കോഴ്സ് ആയിക്കോട്ടെ, 2 കോഴ്സിലും ഒരുപോലെ തന്നെ റാങ്കുകൾ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു സെൻറ്റർ
അത് പ്രൊഫിൻസ് മാത്രമാണെന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഇയർ തന്നെ നമുക്കൊരു ബെസ്റ്റ് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഈ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ പാത്ത് പ്രൊഫിൻസ് ആക്റ്റീവ് ടാലൻറ്റ് ഹണ്ട് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനായിരുന്നു. +2 കഴിഞ്ഞ ആളുകൾക്ക്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്, അത് കൊമേഴ്സ് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ് സ്ട്രീം ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. സോ ബേസിക്കലി നമ്പർ 1 കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇന്ത്യൻ കോഴ്സ് വരുന്നത് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. നമുക്കറിയാം എത്ര അല്ലെങ്കിൽ ഏതൊരു AI അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ടെക്നോളജി വന്നാലും നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് ചെയ്ത് ലാസ്റ്റ് സൈൻ ചെയ്യാൻ ഒരു ഇന്ത്യൻ CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമേ നമ്മൾ ഇന്ത്യയിൽ പറ്റുള്ളൂ. അതുപോലെ CMA, കോസ്റ്റ് ഓഡിറ്റർ, ACCA പോലത്തെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചാൽ, നിങ്ങളുടെ മക്കൾ പഠിച്ച് സ്കില്ലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നെക്സ്റ്റ് ജനറേഷനിൽ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. സോ വെരി താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് സ്കിൽ ആൻഡ് സ്കെയിൽ അപ്പ് കോൺക്ലേവ്. താങ്ക് യു.